സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ ടു അൺനോൺസ് വെൻ വൺ ഓഫ് ദം ഈസ് ക്വാഡ്രാറ്റിക് ആൻഡ് അതർ ഈസ് ലീനിയർ. ഈ തരത്തിലുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതും കൂടി നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. 3 ആഴ്ചയോളം എടുത്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ അത് നമുക്കറിയാം, സ്വഭാവം അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്. വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ് കഴിയുന്നതും വേഗത്തിൽ തന്നെ നമുക്ക് എടുത്തു തീർക്കാം. അപ്പോൾ അതിൽ എന്താ സംഭവം, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്നിൽ ഈ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ക്വാഡ്രാറ്റിക്കിലേക്ക് മാറേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ക്വാഡ്രാറ്റിക് അല്ല, 2 വേരിയബിൾ ഉണ്ട്. ഇതിൽ 2 വേരിയബിൾ ഉണ്ട്, പക്ഷേ ഇത് ലീനിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ക്വാഡ്രാറ്റിക്കിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കിലേക്ക് ആക്കണം നമുക്ക്. അപ്പം സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്തെ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ഇക്വേഷൻ ഉള്ളത്. ഒന്ന് 2x + y = 4, അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. x² + y² = 5, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനെ ക്വാഡ്രാറ്റിക്കിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് x + y, അപ്പോൾ x² കാണേണ്ടി വരും. അപ്പോൾ അല്ലേ, അപ്പോൾ നമുക്ക് y-നെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ x + y ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുക നിങ്ങൾ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം y എന്താണ്, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? y-ൻ്റെ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ y = 4 - 2x ആണ് അല്ലേ. y = 4 അല്ല, ഈ 2x-നെ നമ്മൾ ഇങ്ങോട്ടേക്ക് RHSലേക്ക് എടുത്തു കഴിഞ്ഞാൽ y എന്താണ് വരുന്നത്? y = 4 - 2x ആണ്. അങ്ങനെ ഇരിക്കെ അപ്പോൾ എന്താണ് ദെൻ ഇതിനെന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 3 ആക്കുക. ദെൻ പുട്ട് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 3-നെ ഇക്വേഷൻ നമ്പർ 2-ലേക്ക് എന്ത് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 3-യെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2-ലേക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ എങ്ങനെയാണ് വരുന്നത്? x², ഓക്കെ, പ്ലസ് y² അല്ലേ. അതിന് പകരം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? y² എന്താണ്? y-നെ 4 - 2x അല്ലേ. അപ്പോൾ ഇവിടെ 4 - 2x² = 5. ഓക്കെ, ഇതെന്താണ്? ഇത് a - b² അല്ലേ. അപ്പോൾ a - b² എന്താണ്? അത് a², അതായത് 4² - 2 × ab അല്ലേ, 2 × 4 × 2x, ഓക്കെ, പ്ലസ് b², അതായത് 2x². അത് കഴിഞ്ഞിട്ട് ഈ x² എന്ത് ചെയ്യുക, ഇതിന് മുൻപ് നമ്മൾ എഴുതണമല്ലോ. ഓക്കെ, അങ്ങനെ എഴുതി. അപ്പോൾ നമുക്കറിയാം 4² എന്താ വരുന്നത്? അത് 16 ആണ്. ഇവിടെ x² അതേപോലെ എഴുതുക. പിന്നെ -2 × 8 അതെന്താ വരുന്നത്? അത് ഇത് -2 × 4 -8 ആണ്. -8 × 2x അത് -16x. ഓക്കെ, പ്ലസ് പിന്നെ എന്താണ് 2x-ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? അത് 4x² = 5. അപ്പോൾ 4x²ഉം ഈ x² കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 5x² കിട്ടി. പിന്നെ വരുന്നത് എന്താണ്? -16 പ്ലസ് -16x ഉണ്ട്. -16x പ്ലസ് ഈ ഒരു 16 എഴുതുക = എന്താ വരുന്നത്? = 5. അതിന് താഴെ നമുക്ക് വീണ്ടും എഴുതാം. ഈ 5-നെ നമുക്ക് LHSലേക്ക് കൊണ്ടുവരണം. 5x² - 16x പ്ലസ് 16 - 5 = 0. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 5x² - 16x. അപ്പോൾ 16 5 കുറച്ചാൽ എന്ത് കിട്ടി? വരുന്നത് 5x² - 16x പ്ലസ് 11 = 0. ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ആദ്യം എന്താണ് ഈ 2 ഇക്വേഷൻ എഴുതി. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വി ആർ എക്സ്പ്രസിങ് y. y-ൻ്റെ എക്സ്പ്രഷൻ, y-ക്കുള്ള ഇക്വേഷൻ എന്താണ്? 4 - 2x ആണ് അല്ലേ. 2x + y = 4 എന്ന് പറയുമ്പോൾ 4 - 2x ആണ് y. കാര്യം നമുക്ക് ഒറ്റ വേരിയബിളിലേക്ക് എത്തിക്കാനാണ് രണ്ടാമത്തെ ഇക്വേഷനെ. ഈ ഇക്വേഷൻ ഒറ്റ വേരിയബിളിലേക്ക് എത്തിക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ നമ്മൾ എന്താണ് 2-ൽ പുട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തു, 2-ലേക്ക് കൊടുത്തു.
അപ്പം ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് അവസാനം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് എവിടെ എത്തി? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എത്തി. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് കണ്ടാൽ മതി അല്ലേ? എ ബി അതേപോലെ മൈനസ് ബി സി. എ വരുന്നത് 5, ബി വരുന്നത് -16, മൈനസ് ബി വരുന്നത് 16, സി വരുന്നത് 11. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളത് എക്സിൻ്റെ വാല്യൂ കാണാം. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ മൈനസ് ബി എന്താണ്? അത് 16 പ്ലസ് ഓർ മൈനസ് -16ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു 5 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ എന്താണ് 2 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, -16 പ്ലസ് ഓർ മൈനസ് -16 സ്ക്വയർ ഇൻറ്റു, അപ്പോൾ 4 ഇൻറ്റു 5 20 20 ഇൻറ്റു 11 220. അപ്പം -220 വരും. ഇവിടെ 16ൻ്റെ സ്ക്വയർ 256. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുക 16 പ്ലസ് ഓർ മൈനസ് √256 മൈനസ് 220 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 10 അല്ലേ? 2 ഇൻറ്റു 5 എന്ന് വരുന്നത് എത്രയാണ്? അത് 10. ഇവിടെ വരുന്നത് 10. ഓക്കെ, അപ്പോൾ 16 പ്ലസ് ഓർ മൈനസ് √36/10. അപ്പോൾ 16 പ്ലസ് 6/10 ഓർ 16, ഓക്കെ, അല്ലെങ്കിൽ 16 മൈനസ് 6/10. അപ്പോൾ ഈ കേസ് വരികയാണെങ്കിൽ ഓക്കെ, അതായത് 16 പ്ലസ് 6/10 എന്ന് പറയുമ്പോൾ 22/10. അത് 11/5. ഇനി 16 മൈനസ് 6/10 എന്ന് പറയുമ്പോൾ 10/10 1. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 11/5 അല്ലെങ്കിൽ 1. ഇതിലേതെങ്കിലും ഒന്നാണ് എന്ത് എക്സിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി വൈൻ്റെ വാല്യൂ കാണണം. എക്സിൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്നാവും. അപ്പോൾ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ എക്സ് 11/5 ആണോ അല്ലെങ്കിൽ 11/5 ആണോ അല്ലെങ്കിൽ 1 ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, അതായത് നമ്മളിവിടെ ചെയ്ത ഈ ഒരു ഇക്വേഷൻ, ഇതിലേക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പം എക്സ് ഒന്നുകിൽ എക്സ് നമുക്ക് എന്താണ് 1 ആണോ അല്ലെങ്കിൽ എന്താണ് 11/5. ഇപ്പോൾ എക്സിനെ 11/5 ആക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 11/5 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ 2 ഇൻറ്റു 11/5 എന്ന് പറയുമ്പം 22/5 പ്ലസ് വൈ. അപ്പോൾ വൈ എന്ത് വരണം നമുക്ക്? വൈ 4 മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു 4 മൈനസ് 22/5 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 4 മൈനസ് 22/5 എത്ര വരുന്നു? 20 മൈനസ് 22/5, അത് -2/5 വരാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ് 1 ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ എന്താണ്? വൈ ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 ഇൻറ്റു 1 2 ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പം വൈ എങ്ങനെ വരുന്നു? വൈ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ 11/5 അല്ലെങ്കിൽ 1 ആവാം. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ -2/5 ഓർ എന്താണ് 2. ഓക്കെ, ഇങ്ങനെ വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 8, അതുപോലെ എക്സ് വൈ ഇസ് ഈക്വൽ ടു 12. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൈന് എന്ത് ചെയ്യണം? എക്സ് പ്ലസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം വൈ ഇസ് ഈക്വൽ ടു എന്താണ്? 8 മൈനസ് എന്താണ്? എക്സ് ആണ്. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു 8 മൈനസ് എക്സ്. അതിന് നമ്മളിവിടെ പുട്ട് ചെയ്താലോ? ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എക്സ് വൈ ഇത് എന്താണ്? ഇത് പുട്ട് ചെയ്യുക ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് പുട്ട് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് വൈ സമം 12 അല്ലേ?
അപ്പോൾ എക്സ് ഇൻറ്റു ഇവിടെ വൈനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് എക്സ് സമം എത്രയാണ് 12. അപ്പം 8x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. അതായത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 8x മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അതായത് ഈ മൈനസിനെ പ്ലസ് ആക്കുക. അപ്പം എന്ത് വന്നു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. അതായത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് 0 അല്ലേ വരിക, നമ്മുടെ RHS ഇട്ടാൽ. അപ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ് മാറിയാലും എന്താണ് സംഗതി 0 തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്ത് കിട്ടുന്നത് അതിനുള്ള ഇക്വേഷനായിട്ട്. അപ്പോൾ അതിനുള്ള ഇക്വേഷനായിട്ട് എന്താണ് ഇതാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത് അല്ലേ. 2 ഫാക്ടേഴ്സ് ആൽഫ ബീറ്റ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം നമുക്ക്, അതായത് എ ഇൻറ്റു സി കിട്ടണം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ബി കിട്ടണം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, അതായത് 1 ഇൻറ്റു 12 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണമെങ്കിൽ എന്താണ് അത് -2 -6 ആയിരിക്കും 2 ഫാക്ടേഴ്സ്. അപ്പോൾ അത് വെച്ച് നമ്മളിവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മുടെ ക്വാഡ്രാറ്റിക് പ്രകാരം ചെയ്യുകയാണെങ്കിൽ എ എത്രയാണ് വരുന്നത്, എ വരുന്നത് 1 ആണ്. എ 1 ആണ്. ബി വരുന്നത് -8, മൈനസ് ബി വരുന്നത് 8, സി വരുന്നത് 12. ഓക്കെ, ഇക്വേഷൻ കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 8 മൈനസ് -8 സ്ക്വയർ, അതായത് -8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ -8 സ്ക്വയർ എത്രയാണ് 64, -4 ഇൻറ്റു 1 -4, -4 ഇൻറ്റു 12. അപ്പോൾ വരുന്നത് എന്താണ് 48 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ √8 പ്ലസ് ഓർ മൈനസ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ്. അപ്പം 8 പ്ലസ് ഓർ മൈനസ് √16/2. അപ്പം 8 പ്ലസ് 4/2 അതൊന്നുകിൽ 6 വരാം, അല്ലെങ്കിൽ 8 മൈനസ് 4/2 ഒന്നുകിൽ 2 വരാം. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആ ഇക്വേഷൻ വെച്ചിട്ട് ഒന്നെന്താണ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ അതിൽ എന്താണ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 ആണ്. പിന്നെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 22. അപ്പോൾ ഇവിടെ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 22. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളെന്താണ് ഓരോ നമ്മളതായ രീതിയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഇതൊക്കെ എസ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് അങ്ങനെ ചോദിക്കാറില്ല. നമ്മുടെ അടുത്ത് എന്താണ് കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യങ്ങളെ ചോദിക്കൂ. ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ എന്താണ് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ എഴുതുന്നു. ഇവിടെ നമ്മൾ എക്സിന് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എക്സ് എന്താ വരുന്നത് ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് വൈ ആണ്. 5 പ്ലസ് വൈ, ഇവിടെ മൈനസ് വൈ ഉള്ളത് 5 പ്ലസ് വൈ, ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൈ ആവും. അതെന്ത് ചെയ്യുക, പുട്ടിങ് 3 ഇത് എന്തിൽ ചെയ്യുക 2ൽ കൊടുക്കുക, അതായത് ഇതിൽ കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, അത് 5 പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ്. അത് 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അത് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ അതെന്താ വരുന്നത് 5 പ്ലസ് വൈ ഇൻറ്റു വൈ, അതായത് മൈനസ് എക്സ് വൈ അല്ലേ. അപ്പോൾ ഇവിടെ -5y അല്ലെ, മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ -5y മൈനസ് വൈ സ്ക്വയർ അല്ലേ. അതായത് എക്സ് എന്താ നമ്മൾ പറഞ്ഞത് 5 പ്ലസ് വൈ, അപ്പോൾ -5 പ്ലസ് വൈ ഇൻറ്റു
എന്താണ് y അല്ലേ, അപ്പം -5y, ഇവിടെ -y അല്ലേ, ഇവിടെ പുറത്ത് മൈനസ് ഉള്ളതുകൊണ്ട് -y², അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ താഴെ പിന്നെ വരുന്നത് എന്താണ്, 2y² = 22. അപ്പോൾ ഇവിടെ 5 സ്ക്വയർ 25, 2 × 5 × y 10y. പിന്നെ വരുന്നത് എന്താണ്, -5y, അതിവിടെ എഴുതി. ഈ y² ഈ y² കൂടി +y² ഈ +y² -y² വെട്ടിപ്പോവും. പിന്നെ ഈ 2y² ഇവിടെ വന്നു. ഓക്കെ, അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, ഈ 2y² ഇങ്ങോട്ട് വരുന്നു. ഈ 10yയും ഈ 5yയും 10yയും കൂടി ചേർന്നിട്ട് അത് 5y ആയി മാറുന്നു. 25 ഇവിടെ വരുന്നു. ഈ 22 നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ അത് -22 ആവുന്നു. അപ്പോൾ 2y² + 5y + 3. അപ്പോൾ ഇവിടെ നമുക്ക് വൈൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, വൈൻ്റെ വാല്യൂ ഒന്നുകിൽ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകിൽ -1, വൈൻ്റെ വാല്യൂ ഒന്നുകിൽ -1 അല്ലെങ്കിൽ 3/2 ആണ്. ഓക്കെ, അപ്പോൾ വൈ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ അവിടെ കൊടുത്തത്, അതായത് x = 5 + y. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ -1 ആണെങ്കിൽ എക്സ് എന്തായി മാറും, 5 + -1, അതായത് 4 അല്ലേ, 4. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, 5 + 3/2. അപ്പോൾ എത്ര വന്നു, 5 + 3/2 എന്ന് പറയുമ്പോൾ ഇവിടെ -3/2 ആണ്. അപ്പോൾ 5 + -3/2, അപ്പോൾ 5 - 3/2, അപ്പോൾ 7/2. ഇവിടെ 10 7/2. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ ഒന്നുകിൽ -1 അല്ലെങ്കിൽ -3/2. എക്സിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്, എക്സിൻ്റെ വാല്യൂ വരുന്നത് 7/2 അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണ്, 4 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ എക്സ് 4 ആകുമ്പോൾ y -1 ആണ്, എക്സ് 7/2 ആകുമ്പോൾ y എന്താണ്, -3/2 ആണ്. ഓക്കെ, ബാക്കി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെയ്യാണ്ട് അതോടുകൂടി ചാപ്റ്റർ തീരും. അപ്പോൾ ഇത് ഇങ്ങനെ എക്സ്ട്രാ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ചാപ്റ്റർ ഓൾമോസ്റ്റ് തീർന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മെട്രിക്സിൻ്റെ ചാപ്റ്റർ ഇനി മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം. ഈ ചോദ്യങ്ങളും കൂടി കഴിഞ്ഞാൽ മെട്രിക്സ് തുടങ്ങണം. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ തന്നെ ഇതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാവുന്നതുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്തായാലും ചെയ്യും. ബാക്കിയുള്ളത് ഓക്കെ അതും കൂടി നിങ്ങൾ എഴുതി വെക്കുക. കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് വല്ലാണ്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. വേറെ നമുക്ക് 4 മോഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും എന്താണ് ഒരു 20% മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു 15 മാർക്കിനുള്ള സംഗതി മാക്സിമം ഒരു ചാപ്റ്ററിന് ഉണ്ടാവുള്ളൂ. 15 to 15 80 15 മുതൽ 20 വരെ. 20 ഉണ്ടാവില്ല, 15-ൻ്റെ അടുത്തേ വരുള്ളൂ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്താണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വിടാം. ഓക്കെ.